ഉള്ളൂ. ഒരു 1 മില്യൺ ഉള്ള ഒരാൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഉസിറും പുളിയില്ലാത്തവനെ. അയ്യയ്യേ, ഈ ജാസി എന്ന് പറയുന്ന ഈ ആണ് പെണ്ണ് പണ്ടാരെ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഒരു ഉളത്തരം കാണിക്കും സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. പലരും പറയുന്ന കേൾക്കാറുണ്ട്, ഞാൻ തുറന്നാണ്ട് കാണിച്ചു തരാടാന്നൊക്കെ. ഹെലന സ്പാർട്ട ചെയ്ത വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് അവരിപ്പൊ സർജറി ചെയ്ത ആ ഒരു സിലിക്കം വെച്ച സാധനം പൊക്കി കാണിച്ചു കൊടുത്തു. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യണ കാര്യമാണോ ഇത്? ഹെലന സ്പാർട്ടയുടെ വീഡിയോ ഞാൻ കണ്ടതാണ്. ഇവർ ചെയ്ത സർജറി അത് ബോട്ടമാണോ അല്ലെങ്കിൽ ടോപ്പ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സിലിക്കൺ ആ വെച്ചത് എന്ന് വ്യക്തമായി പിന്നീട് എല്ലാവരും അറിഞ്ഞു. എന്നാൽ പല സംശയമുണ്ട്. എന്നാലോ ഹെലന സ്പാർട്ട പറഞ്ഞ വീഡിയോയിൽ എന്തായാലും സുഖം പ്രാപിക്കട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഒരാൾ പറഞ്ഞു കേൾക്കുന്നത്. ജാസിയുടെ കോപ്രായത്തിനെ കണ്ടിട്ട് ഒരാൾ അങ്ങനെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം മതത്തിനെ അവഹേളിക്കുന്നു, ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു. ഇങ്ങനെ അപമാനം മാത്രം ഗർഭിണികളെ കുറച്ചു കാലം മുമ്പ് അല്ലെ 2 ആഴ്ച മുമ്പ് വീണ്ടും അവഹേളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉറത്തരം കാണിക്കുന്ന ഒരാളോട് ഹെലന സ്പാർട്ട പറഞ്ഞ വാക്കാണ്. അസുഖമൊക്കെ ഒന്ന് മാറി രക്ഷപ്പെട്ട് വരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞ ആൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ആളെ വീഡിയോ കോൾ ചെയ്തിട്ട് മാറിയിടം, അതായത് സിലിക്കൺ ഇത് പൊക്കി കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ പല ആളുകളും ട്രാൻസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ആയി കഴിഞ്ഞാൽ അവരിടുന്ന വസ്ത്രം കണ്ടിട്ടുണ്ടല്ലോ. സ്ത്രീ ആയി എന്ന് ഇവർക്കത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള വേഷഭൂഷാദികൾ ഇട്ടിട്ട് നടത്തേണ്ടി വരും. ഏത് ട്രാൻസിനെ നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറയുന്ന ട്രാൻസിന്റെ വസ്ത്രധാരണം പോലും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ അടുത്തൊരു ഉസ്താദ് ഒരു ഡയലോഗ് അടിക്കാൻ കേട്ടു. ഒരാൾക്ക് ശരീരത്തിൽ കുത്തിയ പച്ച മായ്ച്ചു കളയണം തോന്നിയത്രേ ഒരു ട്രാൻസിന്. അവർ ഇസ്ലാം മതത്തിനോട് അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ളത്. ഒരു നന്മ കണ്ടാൽ അതിനെ ചൂണ്ടിക്കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഉസ്താദിന് എന്താ ബോധമില്ലാത്തത് എനിക്കറിയില്ല കേട്ടോ. ഇസ്ലാമിൽ പറഞ്ഞ ഒരു മനുഷ്യനും ട്രാൻസിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ട്രാൻസ് എന്താണ് ഏതാണ് എന്ന് കൃത്യമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദ് റീച്ചിന് വേണ്ടിയിട്ട്, കേവലം റീച്ചിന് വേണ്ടിയിട്ട് മതത്തെ കൂട്ടുപിടിച്ചൊരു ഡയലോഗ് അടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കമന്റ് ഇട്ടിരുന്ന കമന്റിന് ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാ. അതേ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് ആ ഒരു ട്രാൻസ് അത് കുത്തിപ്പൊക്കി വന്നു എന്നുള്ളതാ. എന്നാൽ പല ആളുകളും സ്ത്രീ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. സ്ത്രീ ആയി കഴിഞ്ഞാൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തനങ്ങൾ സഹിക്കൂല. ഇവിടെ ജാസി എത്ര കാലങ്ങളായി ഈ ഉളത്തരം കാണിക്കുന്നത്. ഇപ്പൊ ഹെലന സ്പാർട്ടയെ വിളിച്ചിട്ട് ഇത് പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കണം. എന്ത് കാര്യമുള്ളു? ഏത് സ്ത്രീയാണ് അത് ചെയ്യുക? ആരെങ്കിലും ചെയ്യോ? എന്നാ ഞാൻ തുറന്നാണ്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു തരുമോ? ഇല്ലല്ലോ. ഇനി ഹെലന സ്പാർട്ട അത് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ലോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു വില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിച്ചത്. അത് ജാസി ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നാളെ ആ കാണിച്ചു എന്ന് പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ ഉണക്ക് മോളെ. ഈ പരപ്പ ഞാൻ പറഞ്ഞതാണ്, എന്ത് ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. അയ്യോ, കുറെ ഭാഗം ജമ്പ് വന്നിട്ടുണ്ടാവും. ഞാനത് തെറിയായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാണ്. നല്ല അടിപൊളി തെറിയാണ്. അവർക്ക് അത്രക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാള് വീഡിയോ കോൾ ചെയ്തിട്ടേ മാറിടം കാണിക്കുക. എന്താ പറയണ്ടല്ലേ? ഇത്രക്ക് ബോധമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാസി. ഓൾറെഡി നമുക്കറിയാം ജാസിയുടെയും ആഷിയുടെയും ബോധം എത്രത്തോളം ഉണ്ടെന്ന്. ഈ ആഷി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, സ്വന്തം ഉമ്മയെ പോലും തള്ളി പറയുന്ന വ്യക്തിയാണ്. പെറ്റു ഉമ്മയെ പോലും തള്ളി പറയുന്ന ഇവനൊക്കെ എന്ത് പറയാനാ? ഇവന് സ്ത്രീകളോട് താല്പര്യമില്ല. ഇവൻ ആരോടെ താല്പര്യം അറിയോ? സ്വവർഗ അനുരാഗിയാണെന്ന് പറയുന്ന അതേ ആള് തന്നെയാണ് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ജാസിയുടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പെണ്ണാക്കാൻ നോക്കുന്നത്. എന്തൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് അല്ലെ? അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഊളത്തരം കാണിക്കുന്നത് എന്നുള്ളതാണ്. വെറും റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ട്. എന്തൊക്കെ ആയാലും ഒരു സ്ത്രീയെ വിളിച്ച് ഈ ഒരു ഊളത്തരം കാണിച്ച ജാസിയെ നിന്നെ നമിച്ച്, എന്റെ വീട്ടിന്റെ അവിടെ അധികം ദൂരമൊന്നുമല്ല ഈ കുറ്റിപ്പുറത്തേക്ക്, ആ 7-8 കിലോമീറ്റർ ഉള്ളിലാണ് ഈ കുറ്റിപ്പുറം കിടക്കുന്നത്. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് കുറെ ആളുകളോട് കുറച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കിവിടെ പറയാൻ കഴിയില്ല. കുറ്റിപ്പുറം പാലവും മണൽത്തീട്ടയും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ചേർത്ത് വെച്ച് കുറെ സംഭവമുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ബാക്കി കേൾക്കാം. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ,
നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. വൃത്തികെട്ട നിർദ്ദിഷ്ടജീവി. ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. അത് അത്രേ ഉള്ളു, അത്രേ ബോധമുള്ളു എന്റെ പൊന്നുമോളെ. ബോധം എന്നൊരു സാധനം വേണ്ടേ? ഇവര് ഈ ലൈഫ് വെറുതെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി തട്ടിക്കളിക്കുകയാണ്. അത്ര തന്നെ, അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. സ്വന്തം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ പോലും ഇവർക്കൊരു വിലയില്ല. അത് വേറെ കാര്യം, അവർക്ക് ഇങ്ങോട്ട് വിലയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിനെ തന്നെ താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ആ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഒരു ഡയലോഗ് അടിയാ. നിങ്ങൾക്കൊരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അനുവദിക്കുവോ? ഞാനൊരു കുഞ്ഞ് എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രാൻസിനെ തന്നെ എനിക്ക് മൊത്തത്തിൽ ഇപ്പോ വെറുപ്പ് തോന്നി തുടങ്ങുന്നു ഈ ഒരു കമ്മ്യൂണിറ്റിയോട് എന്നുള്ളതാണ്. ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ ഇങ്ങനെ കുറെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെറുപ്പ് തോന്നി തുടങ്ങുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. കൊട്ടാരക്കരയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന വിഷമം കുറെ വീഡിയോസ് നമ്മൾ ചെയ്തതാ. അത്രമാത്രം ആളുകൾ വിഷമിക്കുന്നുണ്ട്. എന്തിന് പറയുന്നത്, ഇപ്പൊ ട്രെയിനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബസ് സ്റ്റാൻഡുകളിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സമയം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം 12 മണിയാ. ഈ 12 മണിക്ക് എടപ്പാളിൽ ഇറങ്ങിക്കഴിഞ്ഞ റോഡ് സൈഡില് സാരി മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കുറെ എണ്ണം നിൽക്കുന്നുണ്ടാവും. രാത്രി ഏതെങ്കിലും ഒരു സ്ത്രീ നേരം വൈകി റോട്ടിലൂടെ നടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവളുടെ പിന്നാലെ എത്ര എണ്ണം ഉണ്ടാവും എന്നറിയോ? അത്രക്ക് അപകടം പിടിച്ച ഒരു നാടാണ്. കോഴിക്കോടും പോയാൽ ഇത് അവസ്ഥ തന്നെയാണ് കേട്ടോ. എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിലൊന്നും പെടാതെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പോലും നാണക്കേട് ഉണ്ടാക്കുക. ഇപ്പൊ ജാസി ഈ ആഷി പ്രഹസനത്തിന്റെ അങ്ങേയറ്റാണ്. ഈ ഒരു പെൺകുട്ടിക്ക് വിളിച്ച് ഇങ്ങനെ ഒരു സാധനം കാണിക്കാനും മാത്രം എന്തൊരു വൃത്തികെട്ട മനോഭാവമാവും എന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയുള്ളൂ മക്കളെ, അത്രയുള്ളൂ. അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. എല്ലാം എന്റെ വളരെ ഭദ്രമായിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത് ഞാൻ പുറത്തുവിടും, തീർച്ചയായിട്ടും ഞാൻ പുറത്തുവിടും. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ്, മനസ്സിലായില്ലേ? ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ സാധനം മാറ്റി വെച്ച് ബോട്ടം സർജറി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച നടക്കുക. അവർ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ ചർച്ചയായി. ഞാനടുത്ത് റിയാക്ട് ചെയ്തില്ല. ഞാൻ നിലവിൽ ഇവർ ചെയ്യുന്ന കോപ്രായത്തരങ്ങൾക്ക് ഉമ്മയെ കുറ്റം പറഞ്ഞതിനെയും മതപരമായിട്ടുള്ള അവരുടെ ആ ബോധമില്ലായ്മയും മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇവരെന്ത് രീതിയിൽ നടന്നാലും നമുക്കൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഇങ്ങനെ നടക്കട്ടെ. എന്നാൽ ഊളത്തരം കാണിച്ചിട്ടുണ്ടോ നമ്മൾ തുറന്നു പറയും. ഇവരുടെ സർജറിയും കാര്യങ്ങളൊക്കെ അവരുടെ താല്പര്യം, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അതിലൊരു മോശത്തരം കണ്ടാല് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. ഞാൻ ആ ഒരു സമയത്ത് അത് റിയാക്ട് ചെയ്തില്ല, ഒഴിവാക്കി വിട്ടു. പക്ഷെ കുറെ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എലനോസ് പാർട്ടർ റിയാക്ട് ചെയ്തത് മാന്യമായിട്ടാണെന്ന് ഞാൻ കണ്ടത്. ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ അന്നാ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത്. നീ ഉണ്ടല്ലോ, നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട്? ഞാൻ ധന്യ എസ് രാജേഷ് എന്ന ഹെലനോസ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാരാണ് പേടിക്കുന്നേ? അതിന്റെ അപ്പുറത്തൊരു നടക്കുന്നുണ്ട്. വിട്ടുകളെ നീ ആരാടാ? ആരാ നീ? അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കട്ടാ, തരത്ത് പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ല ഈ കളിക്കുന്നേ? അല്ല പിന്നെ ഇവരെ ആരെങ്ങനെ വലുതാക്കിയിട്ടറിയോ ഈ ജാസിനെ ആഷിയും? ഇവിടെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഈ വെറുതെ വീഡിയോ എടുത്ത് നടക്കുന്ന ആളുകൾ, മരണ വീടാണെങ്കിലും കല്യാണ വീടാണെന്നുണ്ടെങ്കിലും ഒരു രംഗബോധവും ഇല്ലാതെ കയറി ചെന്ന് വീഡിയോ എടുക്കുന്ന കുറെ എണ്ണല്ലേ, അവരാണ് ഇവരെ വളർത്തിണ്ടാക്കി എന്നുള്ളതാണ്. ഇവരുടെ ഒരു വീഡിയോന്റെ അടിയിലും നല്ല കമന്റുകൾ ഇല്ല എന്നുള്ളതാണ്. വളരെ മോശപ്പെട്ട കമന്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊക്കെ അവരുടെ വിജയം തന്നെയാണ് കേട്ടോ. ഈ കമന്റ് ഇടാൻ പോകുന്ന ആളുകൾ പോലും പോവാതിരുന്ന ഈ പ്രശ്നം അവസാനിക്കും. ഈ ഒരു കുത്തിക്കഴപ്പാണ് നിന്നോളൂ എന്നുള്ളതാണ്. എന്തൊരു വൃത്തികേടാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൃത്തികേടിനെ പോലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനും തെറി വിളിക്കാനും അങ്ങോട്ട് പോകുന്ന സമയമുണ്ടല്ലോ, അത് മാറ്റിവെച്ചാ ഇവരുടെ ഈ ഒരു സംഭവം നിന്നോളൂ. മലയാളവും മര്യാദക്ക് പറയാൻ അറിയില്ല, ഇംഗ്ലീഷും മര്യാദക്ക് പറയാൻ അറിയില്ല. ആകെ എനിക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താണെന്നറിയോ? മറ്റേ ഫഹദുക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക്, നിനക്ക് അതേ പറ്റൂ.
വേറെ ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല, മനസ്സിലായില്ലേ? പിന്നെ എന്നാ നീ ഉപമിച്ചതെന്നാ? പ്രസവിക്കുന്ന വേദന, ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടിയെ കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ എനിക്ക് കാണുമ്പോന്നാ? ഉപമിക്കുമ്പോ മര്യാദക്ക് ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട. നിനക്ക് അതിനുള്ള യോഗ്യതയില്ല, മനസ്സിലായില്ലേ? സ്ത്രീകളെ വെച്ചോന് ഉപമിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രസവ വേദനയെ കുറിച്ചിട്ട് എങ്ങനെയാണ് ജാസിക്ക് പറയാൻ പറ്റുക? ആധികാരികമായിട്ട് എന്നല്ല, ബോധം ഉപയോഗിച്ച് പോലും അവർക്കത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞതാണ്, ഈ ഒരു സർജറി ചെയ്തപ്പോ ഒരു അമ്മയുടെ പ്രസവ വേദനയെ പോലും വെല്ലുന്നതായിരുന്നു എന്നാ പറയുന്നേ. എന്താണല്ലേ, എങ്ങനെയാണോ ഇവരിതിന് ഉപമിക്കുന്നത്? സ്ത്രീകളെ പരമാവധി അപമാനിച്ച് വിട്ടിട്ടുണ്ട്, എന്നിട്ടും വീണ്ടും അതേ വാക്ക് ഉപയോഗിക്കുന്നു. ഗർഭണൻ ഓർമ്മയില്ലേ? കുറച്ചു ദിവസം മുമ്പ് സംഭവിച്ചതാ. അത് കഴിഞ്ഞിട്ടാണ് ഈ സർജറിയും കാര്യങ്ങളുടെ കുറിച്ച് പറയുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവരെ തെറി വിളിക്കാനും പോകുന്ന ആളുകൾ ഈ പരിപാടി അവസാനിപ്പിച്ചത് തന്നെ ഇവര് മിണ്ടാണ്ടൊരു മൂലക്കിരുന്നുള്ളൂ. ഇപ്പൊ ഗൾഫിൽ പോകാത്ത അവസ്ഥയായി. ദുബായിലൊക്കെ നിയമം മാറിയിടൂ, അവിടെ 2 ജെൻഡറിനോട് ചെല്ലാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റ് വിസയിലൊക്കെ പോവാ, അല്ലാതെ അവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും കുറെ നിയമങ്ങളും മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നിങ്ങൾ ട്രോളുമ്പോഴാണ് ഞാൻ എനിക്കിങ്ങനെ നിനക്ക് 1 മില്യൺ ആൾക്കാരെല്ലാം നിന്നെ ട്രോളി പോലും. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടാ. നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ? നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന് നാട് വിട്ടോ ഉമ്മ പാവം. ഇവന്റെ നാട്ടിലുള്ള ആരും കണ്ട വീഡിയോ കാണുന്ന ഒന്ന് പറയണം, ആ ഉമ്മ നാട് വിട്ടാ? അല്ല, ഇവന്റെ ഇതെല്ലാം കാണുമ്പം ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ്. ഇതിനെയൊക്കെ പ്രസവിച്ചൊരു ഉമ്മ ഉണ്ടല്ലോ, അതൊരു സ്ത്രീയാണ് പാവം. അതിന്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം. ഇതിന്റെ കൂടെ ഉള്ളൊന്നുണ്ടല്ലോ, അതിന്റെ എല്ലാം പിന്നെ പറയുന്നില്ല. അതിന്റെ ഉമ്മ പാവ അന്ന് നമ്മൾ കണ്ടതാണല്ലോ, ഈ പറഞ്ഞ ആശീന്റെ ഒക്കെ. ആഷിക്കൊന്നും ഉമ്മ എന്ന വാക്ക് പറയാൻ പോലും യോഗ്യത ഇല്ലാത്ത ആളാന്നുള്ളതാണ്. പിന്നെ ജാസിയുടെ ഉമ്മാന്റെ അവസ്ഥ നമുക്കറിയില്ല, കാരണം അവർ പെട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മുന്നേ തന്നെ ജാസി ഒരു ഇന്റർവ്യൂ പറയുന്നു കേട്ടു. അവിടെ ചെന്ന് നിന്നപ്പോ ഞങ്ങള് 2 സ്നേഹം കണ്ടപ്പോ ഉമ്മ മോന്റെ മക്കളെ നിങ്ങൾ കല്യാണം കഴിച്ചോളി എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവം തമ്പുരാനറിയാം. ഇവിടെ ആകെ ആഷിയുടെ ഉമ്മാന്റെ ഒരു വോയിസേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ജാസി ആഷിയെ പിടിച്ചു വെച്ചതാണെന്നുള്ളത്. പക്ഷെ ആ ഉമ്മാക്കും തെറ്റി. ആഷി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അവൻ ഭൂലോക അതാണ്, കൂത്തറയാണ് അവൻ. അവന് ഈ വേർപ്പിന്റെ അസുഖിതുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതായത് ഇവരുടെ കൂടെ നടന്ന് ഇങ്ങനെ കുറെ കൊളാബും അതും ഇതൊക്കെ ചെയ്ത് കുറെ പൈസ കിട്ടും, അങ്ങനെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കൂടെ കൂടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവര് വേണമെന്നുണ്ടെങ്കിൽ മതില വെയിലിയോ ഏത് സൈഡിലൂടെ വേണമെങ്കിൽ ചാടി അങ്ങോട്ട് പോവാലോ, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ അവിടെ തങ്ങി നിൽക്കുക എന്നുള്ളതാ. അപ്പൊ ചില ആളുകൾ പറയും നിനക്ക് വേർപ്പിന്റെ അസുഖമില്ല സന്ദീപേ എന്നുള്ളത്. ഞാൻ അസലായിട്ട് കൂലിപ്പണി എടുത്ത് ബാക്കി സമയത്താണ് ഈ പരിപാടി ആയിട്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നല്ല അസലായിട്ട് കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, കൂലിപ്പണിക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി കേട്ടോ. ഇനി അങ്ങനെ കുറെ ആളുകൾ വരും ഓരോ ഊളത്തരം പറഞ്ഞിട്ട്. അപ്പോ അടുത്ത ക്ലിപ്പ് ഒരു കമന്റ് ഇട്ടിരുന്നു, റീച്ചിന് വേണ്ടിട്ടല്ലേ പിന്നെ ചെയ്ത്. പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത് നീ? നിനക്ക് നിന്റെ മറ്റേ ഇനെയും കൂട്ടിട്ടാണ് ഇരുന്ന് വെളിച്ചെണ്ണ ചോദിച്ച് കളിച്ചാ പോരെ, കളിച്ചുത്തിരുന്നാ പോരെ? നീ എന്താ യൂട്യൂബിലാണെങ്കിലും വീഡിയോ ഇടുന്നത്? റീച്ചിന് വേണ്ടിട്ടല്ലേ, ഉണ്ടാക്കാൻ തന്നെയല്ലേ, അല്ലാണ്ട് ചേരക്കാനല്ലല്ലോ. അല്ല പിന്നെ അല്ല 1 മില്യൺ പൈസ വാങ്ങി ചെയ്യുന്ന 1 മില്യൺ ഉള്ള ആൾക്കാർ പോലും ട്രോളി. എടാ നിന്നെ ട്രോളും. കാരണം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും. അത് ട്രോളല്ല, ഒരു തരം പ്രതികരണമാണത്. അത്രേ ഉള്ളൂ, പ്രതികരണം തന്നെയാണ്. ആ ഉമ്മാന്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പാവം ആ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവര് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ നമുക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളിലോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ. ജനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫല്ലേ, അവരെ എങ്ങനെ ജീവിക്കട്ടെ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളുണ്ടാവെന്ന് പറയുമ്പോൾ നമുക്ക് നാണക്കേടാ. അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, അടിപൊളി സപ്പോർട്ട് ചെയ്യാം. സ്വന്തം ഫാമിലിയിൽ വന്നോക്കട്ടെ. പല ആളുകളും പെട്ട് കിടക്കുകയാണ്, എന്താ ചെയ്യാന്നറിയാതെ. ട്രീറ്റ്മെന്റ് നടത്തിയത് മാറ്റാൻ കഴിയുമെങ്കിൽ പരമാവധി ആളുകൾ ചെയ്യും. പക്ഷെ ഇവിടെ ഇതാണ് പൈസ ഉണ്ടാക്കാൻ നല്ലത് എന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മുന്നേ തന്നെ ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, അവര് സർജറി ഒക്കെ കഴിഞ്ഞ് ട്രാൻസ് ആയി മാറി, സ്ത്രീ തന്നെ ആയി മാറി. പൂർണ്ണമായി സ്ത്രീ ആവാൻ കഴിയില്ലെങ്കിൽ സ്ത്രീയായി മാറി.
അവര് പറഞ്ഞ വാക്കുണ്ട്, പല ആളുകളും സർജറി ചെയ്യാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർജറി ചെയ്ത ആളുകൾ ഡിമാൻഡ് ഇല്ല, സർജറി ചെയ്യാത്ത ആളുകൾക്കാണ് ഡിമാൻഡ് ഉള്ളത്, നല്ല പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജാസി കണക്ട് ചെയ്തിട്ടല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് എന്ന് അവർ അന്ന് തുറന്ന് പറഞ്ഞതാണെന്നുള്ളതാണ്. അപ്പൊ മനഃപൂർവ്വം ഈ ഒരു സംഭവം വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഇപ്പൊ ജാസി എന്ത് തേങ്ങാക്കൊല മാറ്റി വെച്ചാലും നമുക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പല ആളുകളും ട്രാൻസ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് കോപ്രാത്തരം കാണിക്കുന്നുണ്ട്. ഇല്ല, അവരവരുടെ ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്നു. പിന്നെ ഇവൻ ഈ തുറന്ന് കാട്ടി എന്ന് പറയുന്നില്ലേ, ഇവന്റെ സിലിക്കോൺ 1 മില്യൺ അത് ഞാനായിരുന്നു, മനസ്സിലായില്ലേ? അപ്പോ സീനി സപ്പോർട്ട് മൂട് താങ്ങുന്ന ടീമിനോടാണ്. ഇവനാണ് സ്ത്രീ ആവാൻ നടക്കുന്നവൻ. ഇവൻ സ്ത്രീ ആവാൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് ഒലത്തി അങ്ങ് കാണിച്ചു കൊടുക്കാനാണ്. എന്താ എന്ത് വൃത്തിയേടാ കാണിച്ചിട്ടുള്ളല്ലേ, ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ആടി ഞാൻ ഇതായടി എന്ന് പറഞ്ഞത് കാണിക്കാനും മാത്രമുള്ള ആ ഒരു ബോധം. എന്ത് ഊളത്തരാടോ, എന്ത് പ്രഹസനമാണ് കാണിച്ചിട്ടുള്ളത്. എന്നിട്ടോ വന്നിരുന്ന് ന്യായീകരിക്കുക, ഞാൻ അവൾക്കത് കാണിച്ചു കൊടുത്തിട്ടും അവൾ വിശ്വസിച്ചില്ല എന്നുള്ളത്. അത്രയ്ക്കേ ബോധമുള്ളൂ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീയും പറയാനോ ചെയ്യാനോ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഇവൻ ഇപ്പൊ തന്നെ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഞാൻ അതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ നിന്റെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത്. നിന്റെ സിലിക്കോണും കണ്ട് പുളങ്കിതയായി ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? കാണിച്ചു കൊടുത്തിട്ട് വിശ്വാസമില്ല പോലും. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ലാന്നോ, നിങ്ങൾ സർജറിന്റെ പുറത്ത് എനിക്ക് വിശ്വാസമില്ലാന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അണ്ടിമുറിച്ചതല്ല എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഡൗൺ സർജറി അല്ല ചെയ്തത്, നിങ്ങൾ ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാന്ന് ആൾക്കാർ പറയട്ടെ. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. ഇവര് അതിനെ കുറിച്ചിട്ട് ഒരു മോശം അഭിപ്രായമല്ല പറഞ്ഞിട്ടുള്ളത്. സുഖം പ്രാപിക്കട്ടെ പെട്ടെന്ന് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ അത്ഭുതപ്പെടുക ചെയ്തിട്ടുള്ളത്. കാരണം ജാസിയെ ആരും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. മതപരമായിട്ടും അവഹേളനം തന്നെയാണ് ഇവര്. ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കുന്നുണ്ട്, പിന്നെ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്ന പരിപാടി ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ഇവർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും? എന്തായാലും ഹെലൻ അത് കൃത്യമായി പുറത്തേക്ക് പറഞ്ഞത് എന്തായാലും നന്നായി. ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ തന്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് ഹെലൻ. നാളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതൊക്കെ പുറത്തിടുന്നു പറയുന്നുണ്ട്. ഇനി എന്ത് പറയും നമുക്കറിയില്ല. സമൂഹത്തിന്റെ മുന്നിൽ എന്തായാലും ജാസി ആഷിക്ക് നല്ല ഇമേജ് ഉണ്ടായിട്ടുണ്ട് അല്ലെ? എവിടെ ഉണ്ടായിട്ടുള്ളത്? ഈ വടിയും കുന്തും പിടിച്ച് ക്യാമറയും പിടിച്ചു പോകുന്ന ആളുകൾ അങ്ങോട്ട് പോക്ക് നിന്നാൽ തന്നെ ഇത് കഴിഞ്ഞ് അത്രേ ഉള്ളൂ, അത് അവസാനിക്കും. പക്ഷെ ഈ വീഡിയോ എടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇവരെ വീഡിയോ എടുത്താലേ 4 ആള് കാണുള്ളൂ എന്ന് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട് പിന്നാലെ നടക്കുക. എന്നാ ആഷിയും ജാസിയും വിചാരിക്കുന്നത് സപ്പോർട്ടല്ല, ഫുള്ള് തെറിയ. ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഓടി ചെന്നിട്ട് ഇത് വീഡിയോന്റെ അടിയിൽ പോയിട്ട് ഓരോന്ന് പറയുന്നതാണ്. എന്തായാലും ഒരു സ്ത്രീയും ഈ വിഷയത്തെ അംഗീകരിക്കില്ല. ഞാൻ സ്ത്രീ ആവാൻ പോവുകയാണ്, ഞാൻ സ്ത്രീ ആയി കഴിഞ്ഞു, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ ആര് കാണിക്കും? ഒരാളും കാണിക്കില്ല. ആ കാണിക്കുന്നവരുടെ മനോഭാവം, മനോനില, അത് സമനില തെറ്റിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഹെലൻ പറയേണ്ട ഇടത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ലതും പറഞ്ഞു, അവർക്കുണ്ടായ ദുരനുഭവം പറഞ്ഞു. വിളിക്കേണ്ടത് വിളിക്കന്നെ വേണം, അത് തെറിയാണെങ്കിലും അല്ലെങ്കിൽ നല്ലതാണെങ്കിലും. അത്രേ പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ഒന്നും ചെയ്യണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.